അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. 2024 വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യത്തെ ഒരു 3 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ NDA 293 എന്ന നിലയിലും ഇന്ത്യ മുന്നണി 230 എന്ന നിലയിലുമാണ്. മറ്റുള്ളവർ 20 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും ശ്രദ്ധേയം, കുറച്ച് നിമിഷങ്ങളിലേക്കാണെങ്കിലും വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു. ഇപ്പോഴദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിലും റായ്ബറേലിയിലും പരസ്പരം ഭൂരിപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന അവസ്ഥയാണ്. വയനാട്ടിൽ 1,20,000-ലേക്ക് ഭൂരിപക്ഷം കടക്കുമ്പോൾ റായ്ബറേലിയിൽ 1,00,000-ഓട് അടുത്ത് എത്തി നിൽക്കുകയാണ്. ഏറ്റവും കൗതുകകരമായ മറ്റ് 2 വിഷയങ്ങൾ, അയോധ്യ ക്ഷേത്ര ആയിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. പക്ഷേ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലത്തിൽ ഫാസിയാബാദിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. BJP പുറകിലാണ്. മറ്റൊന്ന്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി വളരെ സമയമായി തുടക്കം മുതൽ പുറകിലാണ്. ഏതാണ്ട് തോറ്റുപോകും എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലാണ് സ്മൃതി ഇറാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഓർമ്മ വരുന്നത് 2004 വാജ്പേയി നേരിട്ട തെരഞ്ഞെടുപ്പാണ്. സോണിയാഗാന്ധി UPA നയിച്ച ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളിലും വാജ്പേയി ഭരണത്തിന് തുടർച്ച പ്രവചിക്കുകയും അവസാന ഘട്ടത്തിൽ വാജ്പേയി സർക്കാർ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. അതേ സംഭവമാണ് 20 വർഷത്തിന് ശേഷം 2024 ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ച ഇതനുസരിച്ച് 300-ന് മുകളിൽ ഭൂരിപക്ഷവുമായി 400 സീറ്റ് വരെ ലഭിക്കത്തക്ക നിലയിൽ കംഫർട്ടബിളായ ഒരു വിജയം NDAക്ക് ലഭിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. തുടക്കം മുതൽ 200-ന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി നിലയുറപ്പിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, മഹാരാഷ്ട്രയിലും UPയിലും NDAക്കൊപ്പം തന്നെ സീറ്റുകൾ നേടിക്കൊണ്ട്, NDAയേക്കാൾ സീറ്റുകൾ നേടിക്കൊണ്ട് മഹാരാഷ്ട്രയിലും UPയിൽ ഒപ്പത്തിനൊപ്പവും കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എക്സിറ്റ് പോളുകാരെയും ദേശീയ മാധ്യമങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു തേരോട്ടമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, തീർച്ചയായും കംഫർട്ടബിളായ ഭൂരിപക്ഷം 290-ന് മുകളിൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയും 2 ദിവസത്തിന് മുമ്പ് പോളിംഗ് കഴിഞ്ഞ ദിവസം ഇതേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഖാർഗെയും ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത്. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാരഥികളുടെ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴും വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വാരണാസിയിൽ 10 ലക്ഷമായിരുന്നു മോദിയുടെ ഭൂരിപക്ഷത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും 10 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം എത്തില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ഒരുപോലെ ശക്തി തെളിയിക്കുന്നതാണ് കാണുന്നത്. കേരളത്തിലാകട്ടെ UDF
18 സീറ്റിലും 2 സീറ്റുകളിൽ NDAയുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മുന്നേറ്റമാണ്, കംഫർട്ടബിളായ മുന്നേറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ ഒരു പാർലമെൻറ്റ് സീറ്റിൽ BJP ജയിക്കാൻ പോവുകയാണ്. 4,00,000-ലേറെ വോട്ടുകൾക്ക്, ഏതാണ്ട് 30,000-ലേറെ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി. 2ാം സ്ഥാനത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാറാണ്. 3ാം സ്ഥാനത്ത് മാത്രമാണ് K. മുരളീധരന് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മത്സരമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സ്ഥാനാർത്ഥി നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 5,000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് ആ ലീഡ് നിലനിർത്താൻ കഴിയുമോ എന്നത് സംശയകരമാണ്. കാരണം ഇനി എണ്ണാനിരിക്കുന്ന പ്രദേശങ്ങൾ തീരദേശ മേഖലകളിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തീരദേശ മേഖലകളാണ് ശശി തരൂരിനെ പിന്തുണച്ചത്. അതുകൊണ്ട് പ്രവചനാതീതമായ അവസ്ഥയിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. LDFനെ സംബന്ധിച്ചിടത്തോളം വടകര ഷാഫി പറമ്പിൽ അട്ടിമറി വിജയം നേടിക്കഴിഞ്ഞു. അവിടെ അവരുടെ താര സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ പരാജയം സമ്മതിച്ച അവസ്ഥയിലാണ്. കാരണം 30,000-ലേറെ വോട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക് പുറകിലാണ്, കൊല്ലത്ത് മുകേഷ് പുറകിലാണ്. അങ്ങനെ കംഫർട്ടബിളായ ഒരു വിജയത്തിലേക്ക് UDF എത്തുമ്പോൾ തന്നെ LDFന് വളരെ നിരാശാജനകമാണ് കേരളത്തിലെ ഫലങ്ങൾ. കാരണം ആലത്തൂരിൽ മാത്രമാണ് ഇപ്പോൾ മന്ത്രി K. രാധാകൃഷ്ണൻ 5,000-ഓളം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. രമ്യ ഹരിദാസ് ഇനിയുള്ള സമയത്ത് മുന്നോട്ട് വരുമോ എന്ന് പറയാനാവില്ല. എന്തായാലും LDFന് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പല ചാനലുകളും പ്രവചിച്ചതുപോലെ അവസാന ഘട്ടത്തിൽ LDFന് 0-ഉം NDAയ്ക്ക് 2-ഉം UDFന് 17-ഉം എന്ന മട്ടിൽ, 18-ഉം എന്ന മട്ടിൽ ഫലം വരുമോ എന്ന് പോലും ആശങ്കപ്പെടേണ്ട അവസ്ഥയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ.